അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സൃഷ്ടികൾ അഖിലവും അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് നിലകൊള്ളുന്നത്. അതേസമയം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സംരക്ഷണം ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന 10-13 കാര്യങ്ങൾ സമയബന്ധിതമായി സൂചിപ്പിക്കുവാനാണ് ഇൻഷാ അള്ളാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതിലൊന്നാമത്തത്, നാം കറകളഞ്ഞ തൗഹീദിൻ്റെ ആളുകളാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കും. അതിനുള്ള തെളിവ് സൂറത്തു ഇബ്രാഹീമിലെ 27-ാമത്തെ ആയത്തിൽ കാണാം. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. യുസബ്ബിതുല്ലാഹ്, അള്ളാഹു തസ്ബീത്ത് നൽകും, പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും, പ്രൊട്ടക്ഷൻ നൽകും, സംരക്ഷണം നൽകും. ആർക്ക്? വിശ്വാസികൾക്ക്. അല്ലദീന ആമനു, തൗഹീദുള്ളവർക്ക്. എന്തുകൊണ്ട്? ബിൽ ഖൗലി സാബിത്ത്, ഖൗലു സാബിത്ത് കൊണ്ട്, അഥവാ സ്ഥിരതയുടെ വാക്കുകൊണ്ട്. എന്താണത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ വേറെ ദൈവമില്ല, അല്ലാഹുവല്ലാതെ വേറെ ആരാധ്യനില്ല, വേറെ ഇലാഹില്ല. പ്രാർത്ഥിക്കപ്പെടാനും ആരാധിക്കപ്പെടാനും നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാനും അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. ഞാൻ അവനെ മാത്രമേ ആരാധിക്കൂ, സൃഷ്ടികളിൽ ഒന്നിനെയും ഞാൻ ആരാധിക്കില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ആരാണോ മുറുകെ പിടിക്കുന്നത്, യുസബ്ബിതുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടിച്ചു നിർത്തും. ഭൂമിയിൽ ഇളകിപ്പോവാതെ, പതറിപ്പോവാതെ, ഒരു പരീക്ഷണത്തിലും പ്രയാസപ്പെടാതെ അള്ളാഹു അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ ജീവിക്കുമ്പോഴും ഖബറിലായിരിക്കുമ്പോഴും മഹ്ശറിലും അള്ളാഹു നമ്മെ സംരക്ഷിക്കും. എന്തു വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിനെ മുറുകെ പിടിച്ച് ഒരു നിലക്കും ശിർക്കിൻ്റെ അംശം കലരാതെ നാം ജീവിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത്, അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്, ഇസ്ലാമിക ദഅവത്തിനെ സഹായിക്കലാണ്, ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവലാണ്. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു മുഹമ്മദിലെ 7-ാമത്തെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ. സഹോദരങ്ങളെ, അള്ളാഹുവിന് നമ്മുടെ സഹായം ആവശ്യമുണ്ടോ? അള്ളാഹു ആരുടെയും സഹായം ആവശ്യമില്ലാത്ത അള്ളാഹു സ്വമദ്, അള്ളാഹു അസ്വമദാണ്. ഒരു സൃഷ്ടിയിലേക്കും അള്ളാഹു ആവശ്യക്കാരനല്ല. പിന്നെ അള്ളാഹുവിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണത്? ഇസ്ലാമിനെ സഹായിക്കലാണ്. അള്ളാഹുവിൻ്റെ ദീനും മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദഅ്വാ പ്രവർത്തനങ്ങളെ സഹായിക്കലാണ്. ഇസ്ലാമിനെതിരിൽ ജനങ്ങൾ ആരോപിക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് മറുപടി പറയലാണ്. അതിന് കെൽപ്പുള്ള പ്രാപ്തരായ ആളുകൾക്ക് സഹായം നൽകലാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, എങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. അള്ളാഹു സഹായിക്കും. ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. തീർന്നില്ല, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദങ്ങളെ അള്ളാഹു ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തും. പതറിപ്പോകാതെ പിടിച്ചു നിൽക്കാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകും. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം. എന്താണ് ആ സഹായം?
അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കലാണ്. യാ അയ്യുഹല്ലദീന ആമനു കൂനൂ അൻസാറല്ലാഹ്, ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളായി മാറണം. അഥവാ ദഅവത്തിൽ, പ്രബോധന പ്രവർത്തനങ്ങളിൽ പരസ്പരം സഹായിക്കുന്ന ആളുകളായി മാറണം. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതും ഐച്ഛികമാക്കിയതുമായ കാര്യങ്ങളെ മുറുകെ പിടിക്കണം. വമ്പിച്ച പ്രൊട്ടക്ഷനാണ് അള്ളാഹു ഓഫർ ചെയ്യുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നല്ലാഹ ഖാൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസ വമൻ അസ്ദഖു മിനല്ലാഹി ഖീല, അല്ലാഹുവിനേക്കാൾ സത്യം പറയുന്ന വേറെ ആരാണുള്ളത്? അല്ലാഹു പറഞ്ഞിരിക്കുന്നു, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ വലിയനോട് ആരാണോ ശത്രുത വെക്കുന്നത് അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കും. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല കൂടെ ഉണ്ടാകും. അള്ളാഹുവിൻ്റെ വലിയകളുടെ കൂടെ അള്ളാഹു ഉണ്ടാകും. അവരോട് ആര് ശത്രുത വെച്ച് പുലർത്തിയാലും പടച്ച റബ്ബ് ഏറ്റെടുത്തിരിക്കുന്നു. ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ്, യുദ്ധം ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഹർബ് എന്ന് പറഞ്ഞാൽ ഖിതാലാണ്, യുദ്ധമാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, എപ്പോഴാണ് ഈ വലിയാവുന്നത് അതും അറിയണം. വലിയന് വ്യത്യസ്ത ഡെഫിനിഷനാണ് മനുഷ്യന്മാർക്കിടയിലുള്ളത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ആരാണെന്ന് പറയുന്നുണ്ട്. അതിലൊന്ന്, വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി, ഒരടിമ എന്നിലേക്ക് അടുക്കുന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടം ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യലാണ്. ഇസ്ലാം കാര്യങ്ങൾ 5. അതിനു പുറമെ വാജിബായ ഫർളാക്കപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. അപ്പോഴാണ് വലിയാവുന്നത്. തീർന്നില്ല, ആ വിലായത്ത് വർദ്ധിക്കും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വീണ്ടും വീണ്ടും ഒരടിമ എന്നിലേക്ക് അടുത്ത് എൻ്റെ വലിയായി തീരും. സുന്നത്തായ നമസ്കാരം, സുന്നത്ത് നോമ്പുകൾ, സുന്നത്തായ സദഖകൾ, അങ്ങനെ തുടങ്ങി നിർബന്ധമല്ല എന്നാൽ പുണ്യമായി പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുമെന്നാണ്. എത്രത്തോളം? ഹത്ത ഉഹിബ്ബഹു, അങ്ങനെ ആ അടിമയെ ഞാൻ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം സ്ഥിരപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ഒരടിമയെ സ്നേഹിച്ചാൽ, അള്ളാഹു പറയാണ്, എൻ്റെ മഹബ്ബത്ത് ഒരടിമക്ക് കിട്ടിയാൽ, കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ, അവൻ കാണുന്ന കണ്ണ്, കേൾക്കുന്ന കാത്, പിടിക്കുന്ന കൈ, നടക്കുന്ന കാൽ ഞാനായിത്തീരും. പ്രിയപ്പെട്ടവരെ, പണ്ഡിത ലോകത്ത് 2 വ്യാഖ്യാനമാണ് ഈ വാക്കിനുള്ളത്. അതിലൊന്ന്, എല്ലാ തിന്മകളിൽ നിന്നും മഅസിയത്തുകളിൽ നിന്നും ആ അടിമയെ അള്ളാഹു രക്ഷപ്പെടുത്തും. എല്ലാ നന്മകളും ചെയ്യാൻ ശരീര അവയവങ്ങൾക്ക് താക്കത്ത് നൽകുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കത്ത് നൽകും. കണ്ണിന്, കാതിന്, ശരീര അവയവങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി, ഒരു ഖുവ്വത്ത് അവർക്കുണ്ടാവും. ഒരു ജിമ്മിലും അവർ പോയിട്ടില്ലെങ്കിലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശക്തി നൽകുന്നതാണ്. അതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. അഥവാ ഹറാമുകളിൽ നിന്ന് നാം നമ്മെ സംരക്ഷിക്കുന്നു, അള്ളാഹു നമ്മുടെ ശരീരത്തെ സംരക്ഷിച്ചു തരുമെന്നാണ്. അബൂ തയ്യിബ് തബരി, അദ്ദേഹം 100 വയസ്സിന് ശേഷവും യുവാവിനെ പോലെയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ഉയരമുള്ള ഒരു കപ്പലിൽ നിന്ന് നിലത്തേക്ക് ചാടി. അത്രയും ഹൈറ്റാണ്. ഒരു യുവാവ് ചാടിയാൽ പോലും കാലൊടിഞ്ഞു പോകും. അദ്ദേഹത്തെ ആളുകൾ വഴക്ക് പറഞ്ഞു, ഇത്രയും ഹൈറ്റിൽ നിന്ന് ചാടുകയോ? അദ്ദേഹം പറഞ്ഞു, പേടിക്കണ്ട, ഹാദിഹി ജവാരിഹുനാ ഹഫിദ്നാഹാ അനിൽ മആസി ഫിസ്സിഗർ, ഈ ശരീരാവയവങ്ങളുണ്ടല്ലോ, യുവത്വ കാലഘട്ടത്തിൽ ഹറാമുകളിൽ നിന്ന് നാം അതിനെ സംരക്ഷിച്ചു. റഹ്മാനായ റബ്ബ് ഹറാമാക്കിയതിലേക്ക് ഈ അവയവം കൊണ്ട് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് ഫഹഫിളഹല്ലാഹു അലൈനാ ഫിൽ കിബർ, വാർദ്ധക്യത്തിൽ അള്ളാഹു നമുക്കിത് സംരക്ഷിച്ചു തരികയാണ്. സഹീഹായ ഹദീസിൻ്റെ മഅനയിൽ വന്നതാണ് അത്. ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. റഹ്മാനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ പാലിക്കുന്ന ആളുകളെ അവരുടെ ശരീരത്തിന്, അവരുടെ ചിന്താശേഷിക്കൊക്കെ അള്ളാഹു പ്രത്യേകമായ സുൽത്താന് നൽകും, ഖുവ്വത്ത് നൽകും, ശക്തി നൽകും. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബിലേക്ക് ഫർളായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ധാരാളമായി അടുക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. 4-മത്തത്,
നാം നല്ല മനുഷ്യരാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് കൂടി ആ സംരക്ഷണം ലഭിക്കും. അള്ളാഹുവിൻ്റെ ഹിഫ്ള് ലഭിക്കാൻ, നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ സംരക്ഷണം ലഭിക്കാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്ന് നാം നല്ലവരായി തീരലാണ്. സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിൽ കാണാം, അമ്മൽ ജിദാറു ഫകാന ലിഗുലാമൈനി യതീമൈനി ഫിൽ മദീന വകാന തഹ്തഹു കൻസുൽ ലഹുമാ വകാന അബൂഹുമാ സാലിഹ. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 യതീം കുട്ടികൾക്ക് വേണ്ടി അവരുടെ ആ നിധിയെ ഒരു മതിലിനുള്ളിൽ വർഷങ്ങളോളം സംരക്ഷിച്ചു എന്നാണ്. എന്താ കാരണം? വകാന അബൂഹുമാ സാലിഹ. ആ കുട്ടികളുടെ വാപ്പ ഒരു നല്ല വാപ്പയായിരുന്നു. ഒരു നല്ല പിതാവിൻ്റെ മക്കളെ, കുടുംബത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. മഹാനായ താബിഈ സഈദ് ഇബ്നുൽ മുസയ്യബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലഉസല്ലി, ഞാൻ നമസ്കരിക്കും, ഫഅദ്കുറു വലദി, അപ്പോൾ എനിക്ക് എൻ്റെ മകനെ ഓർമ്മയാകും, ഫഅസീദു ഫീ സ്വലാത്തി, ഞാൻ എൻ്റെ നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടും, എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. തശഹുദിൽ, സുജൂദിൽ എനിക്ക് എൻ്റെ മക്കളെ ഓർമ്മയാകുമ്പോൾ ഞാൻ ദുആ വർദ്ധിപ്പിക്കും, നമസ്കാരത്തിന് ദൈർഘ്യം കൂട്ടുന്നു. മാതാപിതാക്കളുടെ പ്രാർത്ഥന, അവരുടെ സലാഹിയത്ത്, അവരുടെ ആത്മാർത്ഥത മക്കൾക്ക് ഫലം ചെയ്യും. അതിലൂടെ അള്ളാഹുവിൻ്റെ സംരക്ഷണമുണ്ടാകും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ കഹ്ഫിലെ 82-ാമത്തെ ആയത്തിന് നൽകിയ വ്യാഖ്യാനത്തിൽ കാണാം, ഹുഫിളാ ബിസലാഹി അബവൈഹിമാ, ആ 2 മക്കളും അവരുടെ ഉപ്പാൻ്റെ നന്മ കാരണം സംരക്ഷിക്കപ്പെട്ടു. നല്ല മാതാപിതാക്കളായി മാറുക, നല്ല ഉപ്പമാരായി മാറുക അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇന്നല്ലാഹ യഹ്ഫദു ബിസലാഹിൽ അബ്ദി വലദഹു വ വലദ വലദിഹി വ ഇത്രതഹു വ അശീറതഹു വ അഹ്ല ദുവൈറാത്തിൻ ഹൗലഹു ഫമാ യസാലൂന ഫീ ഹിഫ്ളില്ലാ മാ ദാമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല മനുഷ്യനിലൂടെ അയാളുടെ മക്കളെ, മക്കളുടെ മക്കളെ, കുടുംബക്കാരെന്തിനേറെ ആ നാട്ടുകാർ വരെ ഒരു നല്ല മനുഷ്യനെ കൊണ്ട് സംരക്ഷിക്കപ്പെടുന്നു. അതിന് തെളിവുണ്ട്. സൂറത്തുൽ അൻഫാലിലെ 33-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ നിങ്ങൾ ഇവരിൽ ഉള്ള കാലത്തോളം ഈ ജനതയെ ഞാൻ ശിക്ഷിക്കുകയില്ല. അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ റസൂലുള്ള കാലത്തോളം. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എൻ്റെ മരണമാണെന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ മുസീബത്ത് എൻ്റെ മരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഉലമാക്കൾ പറയുന്നത്, നല്ല മനുഷ്യരുടെ സാന്നിധ്യം ഒരു രാഷ്ട്രത്തിൻ്റെ, ഒരു നാടിൻ്റെ നന്മക്ക് കാരണമായി തീരും. അതുകൊണ്ട് ലോകം എത്ര നശിച്ചോട്ടെ, നാം നല്ലവരാണോ എന്ന് ചിന്തിക്കുക. നാം നന്നായാൽ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. നാമും അവരുടെ കൂടെ കൂടാതിരുന്നാൽ മതി. 5-ാമത്തത്, റഹ്മാനായ റബ്ബിൻ്റെ അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കുക. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ ഗുലാം, കൊച്ചുകുട്ടി, ഇന്നി ഉഅല്ലിമുക കലിമാത്തിൻ, ഞാൻ നിനക്ക് ചില കലിമാത്തുകൾ പറഞ്ഞു തരാം. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഹ്ഫദുക, അല്ലാഹു നിന്നെയും സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ റിപ്പീറ്റ് ചെയ്തു, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. തജിദുഹു തുജാഹക് വഫീ റിവായ തജിദുഹു അമാമക്, നിന്റെ മുന്നിൽ നിനക്ക് റബ്ബിനെ കാണാം. ഒരു പ്രതിസന്ധി വരുമ്പോൾ പടച്ച റബ്ബ് നമ്മുടെ മുന്നിൽ വന്നതുപോലെ പരിഹാരം ഉണ്ടാകും. ഏത് വിഷമങ്ങളിലും സംരക്ഷണം. യഹ്ഫളുക, അല്ലാഹു നിന്നെ കാത്തു സംരക്ഷിക്കും. പക്ഷെ എന്താ ഷർത്ത്? ഇഹ്ഫളില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്താണ് ആ സൂക്ഷ്മത? ഉലമാക്കൾ പറഞ്ഞു, ഹുദൂദുകളെ, അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ച അതിർവരമ്പുകളെ. തിൽക ഹുദൂദുല്ലാഹ്, അത് അല്ലാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണ്. വ്യഭിചരിക്കരുത്, കള്ളുകുടിക്കരുത്, പലിശയുമായി ബന്ധപ്പെടരുത്, കളവ് പറയരുത്, മാതാപിതാക്കളെ വഴക്ക് പറയരുത്, അവരോട് ഛേ എന്ന് പോലും പറയരുത്, ഭാര്യമാരോട് മോശമായി പെരുമാറരുത്, മക്കളോടുള്ള അവകാശങ്ങൾ നിഷേധിക്കരുത് എന്നിങ്ങനെ തുടങ്ങി ഒട്ടനവധി ഹുദൂദുകൾ ഇസ്ലാമിലുണ്ട്. ആ ഹുദൂദുകളെ സൂക്ഷിക്കുന്നതിന് അളവ് എത്രയുണ്ടോ അത്രമാത്രം സംരക്ഷണം ലഭിക്കും. എത്രമാത്രം നാം അതിൽ മുൻപന്തിയിലാണോ അത്രമാത്രം അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. ഒരു ജനത മുഴുവൻ ഒരു വ്യക്തിക്ക് വേണ്ടി വളഞ്ഞു. അതിനു പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും സഖ്യകക്ഷികൾ വന്നു. ഒരു പോറൽ പോലും ഏൽക്കാതെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും അള്ളാഹു സംരക്ഷിച്ചു. ആയുധവും ആൾബലവും എതിർകക്ഷികൾക്കുണ്ടായിട്ടും എന്തുകൊണ്ട് പോറലേൽക്കാതെ പ്രവാചകനും സ്വഹാബത്തും സംരക്ഷിക്കപ്പെട്ടു? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന സഹായമാണത്, സംരക്ഷണമാണത്. ഇൻഷാ അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അത് അള്ളാഹു നൽകും. പക്ഷേ നാം റഹ്മാനായ റബ്ബിൻ്റെ ഹുദൂദുകളെ കാത്തു സൂക്ഷിക്കണം. ആറാമത്തത്, കുടുംബ ബന്ധം ചൊറക്കണം. ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും ശരി, പലരും എന്നോട് നല്ലോണമല്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ടും അങ്ങനെയേ നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിന്നൽ വാസിൽ അല്ലദീ ഇദാ ഖതഅത റഹിമുഹു വസലഹ. പ്രത്യുപകാരം ചെയ്യുന്നവൻ കുടുംബബന്ധം ചേർക്കുന്നവനല്ല. എന്നെ കല്യാണത്തിന് വിളിച്ചില്ല അതുകൊണ്ട് ഞാനും അയാളെ കല്യാണത്തിന് വിളിക്കൂല. എന്നെ നോമ്പുറക്കാൻ വിളിച്ചില്ല അതുകൊണ്ട് ഞാനും നോമ്പുറക്കാൻ വിളിക്കൂല. അവർ എന്നെ സഹായിച്ചില്ല അതുകൊണ്ട് ഞാനും അവരെ സഹായിക്കൂല. അങ്ങനെയല്ല. റസൂലുള്ള പറയാണ്, പ്രത്യുപകാരം അത് ബന്ധം ചേർക്കലല്ല. ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ടുള്ള ബാധ്യത നിർവഹിക്കലാണ് ബന്ധം ചേർക്കൽ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വ്യക്തി വന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ഇന്ന ലീ ഖറാബ. എല്ലാവരും പറയാറുള്ള ഒരു വാക്ക്. ആ വ്യക്തി പറയാണ്, റസൂലേ, എനിക്കൊരു കുടുംബക്കാരനുണ്ട്. അസ്ലുഹും വയഖ്തഉനി. ഞാൻ അവരുമായി ബന്ധം ചേർക്കും, പക്ഷേ എന്തെങ്കിലും പേര് പറഞ്ഞ് അവരെപ്പോഴും എന്നോട് ബന്ധം മുറിക്കും. വ ഉഹ്സിനു ഇലൈഹിം. ഞാൻ അവർക്ക് നല്ലതേ ചെയ്തു കൊടുക്കും, പക്ഷേ വയുസീഊന ഇലയ്യ. അവരെന്നോട് മോശമായിട്ടേ പെരുമാറും. വ അഹ്ലുമു അൻഹും. ഞാൻ അവരുടെ കാര്യത്തിൽ അങ്ങേയറ്റം ക്ഷമിക്കും. എന്നാൽ വയജ്ഹലൂന അലയ്യ. അവർ എപ്പോഴും എന്നോട് ജഹാലത്ത് കാണിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്ത് നന്മ ചെയ്താലും തിരിച്ച് മോശമായിട്ടാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലെ ഇൻ കുൻത കമാ ഖുൽത. നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുമുൽ മല്ല. നീ ചുടുവെണ്ണീർ അവരെ തീറ്റിക്കുന്നതിന് സമമാണ് എന്ന് പറഞ്ഞാൽ അത്രക്ക് വലിയ ശിക്ഷ അവർക്ക് വരാൻ പോകുന്നുണ്ട്. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് കേൾക്കൂ, വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക. നീ ഈ നിലപാട് തുടരുവോളം അള്ളാഹുവിൽ നിന്ന് ഒരു സഹായി നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകും. ഒരു മലക്കിനെ അള്ളാഹു ആ വ്യക്തിയുടെ കൂടെ എപ്പോഴും അഴയ്ക്കുന്നതാണ്. പ്രത്യേക പ്രൊട്ടക്ഷൻ. അവർക്കെതിരിൽ നിന്നെ സഹായിച്ചുകൊണ്ട് അവരുടെ ഉപദ്രവത്തിൽ നിന്ന് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിന്നെ സഹായിക്കാനും ഒരു ലഹീറിനെ, ഒരു സഹായിയെ അള്ളാഹു നിനക്ക് അയച്ചു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബബന്ധം ചേർക്കുക. ആരൊക്കെ ഇങ്ങോട്ട് മുറിച്ചാലും നല്ല നിലക്ക് അവരോട് പെരുമാറുക. ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ. തിന്മയെ നന്മ കൊണ്ട് നേരിട്ടോളൂ. അള്ളാഹുവിൻ്റെ സഹായവും പ്രൊട്ടക്ഷനും ഉണ്ടാകും. ഒരു പ്രത്യേക മലക്കിനെ അള്ളാഹു നിയോഗിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഏഴാമത്തത്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. അതേപോലെ തന്നെ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമനർ റസൂൽ മുതൽ അവസാനം വരെ പാരായണം ചെയ്യുക. എന്താണ് അതിനുള്ള തെളിവ്? ഒന്ന്, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പിശാച് തന്നെ പറഞ്ഞതായി അള്ളാഹുവിൻ്റെ റസൂല് സത്യപ്പെടുത്തിയ വാക്ക് എന്താണത്? നിങ്ങൾ ആരെങ്കിലും ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇദാ അവൈത ഇലാ ഫിറാഷിക് ഫഖറ ആയത്തുൽ കുർസി. ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി പാരായണം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ. അള്ളാഹുവിൽ നിന്ന് ഒരു സംരക്ഷകനെ അള്ളാഹു രാത്രിയിൽ നിയോഗിക്കും. വലാ യഖറബക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്. സുബഹിയാകുന്നത് വരെ ഒരു ശൈത്താനും അടുത്തേക്ക് വരില്ല. ഈ ഹാഫിൾ ഉണ്ടാവുന്നു. നമ്മൾ കിടക്കുന്നിടത്ത് ഈ മലക്കിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഒരു ശൈത്താനെയും അടുക്കാൻ സമ്മതിക്കൂല. ഒരു ഹാഫിളാണ്, സംരക്ഷകൻ എന്നാ പറഞ്ഞത്. ഒരു ഹാഫിളിന് അള്ളാഹു അയക്കും. ശൈത്താനെ തടയും. ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ നാം ഇത് മറന്നു പോകരുത്. അതേപോലെ തന്നെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അബീ മസ്ഊദിനിൽ ബദരി റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ ആയതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ 2 ആയത്തുകൾ അവസാനത്തെ. മൻ ഖറഅഹുമാ ഫീ ലൈല. ആരെങ്കിലും രാത്രിയിൽ അത് പാരായണം ചെയ്താൽ കഫതാ. ആ 2 ആയത്തുകൾ മതി ആ രാത്രിയിലേക്കുള്ള സംരക്ഷണമായിട്ട്. ചില റിവായത്തുകളിൽ 3 ദിവസത്തേക്ക് അത് മതിയെന്ന്. പ്രത്യേക സംരക്ഷണമാണ്. ആമനർ റസൂലു മുതൽക്ക് വൻസുർന അൽ ഖൗമിൽ കാഫിരീൻ എന്നതുവരെ. അപ്പോൾ ലൈല എന്ന് പറഞ്ഞതുകൊണ്ട് മഗ്രിബിന് ശേഷം ഏത് സമയത്തും ഓതാം. എത്രയും നേരത്തെ ഓതുന്നുവോ അത്രയും നല്ലത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ഈ പറയപ്പെട്ട 2 ഭാഗങ്ങൾ സൂറത്തുൽ ബഖറയിലെ ഭാഗങ്ങളാണ്.
അതിൽ നിന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കണം. എട്ടാമത്തത് സുബഹി നമസ്കാരം വീഴ്ച വരുത്താതെ നിർവഹിക്കലാണ്. ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ജുൻദുബ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, മൻ സ്വല്ല സുബ്ഹ ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആരാണോ സുബഹി നമസ്കരിക്കുന്നത്, വഫീ റിവായ മൻ സ്വല്ല സുബ്ഹ ഫീ ജമാഅത്തിൻ, ആരാണോ ജമാഅത്തായി സുബഹി നമസ്കരിക്കുന്നത്, ഫഹുവ ഫീ ദിമ്മത്തില്ലാഹ്, ആ വ്യക്തി അല്ലാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിലായിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫലാ യത്ലുബന്നകുമുല്ലാഹു മിൻ ദിമ്മത്തിഹി ബിശൈഇൻ ഫയുദ്രികഹു ഫയകുബ്ബഹു ഫീ നാരി ജഹന്നം. അള്ളാഹു ഒരാൾക്ക് സംരക്ഷണം കൊടുത്തിട്ട് ആ സംരക്ഷണത്തെ ഭേദിച്ച് അയാളെ ഉപദ്രവിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ആ വ്യക്തിയെ അള്ളാഹു പിന്തുടരുകയും നരകത്തിലേക്ക് ആഴ്ത്തിക്കളയുകയും ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ, സുബഹി നമസ്കരിക്കുന്ന, ജമാഅത്തായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കാമെന്ന ദിമ്മത്ത് അള്ളാഹു ഏറ്റെടുത്തിരിക്കും. റഹ്മാനായ റബ്ബിൻ്റെ സംരക്ഷണമുണ്ടാകും. അക്കാര്യത്തിൽ അതീവ ശ്രദ്ധ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. ഒമ്പതാമത്തത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പകലിൻ്റെ തുടക്കത്തിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് അല്പം കഴിഞ്ഞാൽ തന്നെ 4 റക്അത്ത് നമസ്കരിക്കുക. 4 റക്അത്ത് നമസ്കരിക്കുക. ഇമാം അബൂദാവൂദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ സുനനിൽ നുഐം ഇബ്നു ഹമ്മാർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യഖൂലുല്ലാഹു അസ്സ വജൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഖുദ്സിയായ ഹദീസാണ്. അള്ളാഹു പറയാണ്, യാ ഇബ്ന ആദം, ആദമിൻ്റെ മക്കളെ, ലാ തുഅ്ജിസ്നി മിൻ 4 റക്അാത്തിൻ ഫീ അവ്വലി നഹാരിക്, നിങ്ങളുടെ പകലിൻ്റെ തുടക്കത്തിൽ 4 റക്അത്ത് നമസ്കരിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ദുർബലത കാണിക്കല്ലേ, നിങ്ങളത് പതിവായി ചെയ്യൂ, എങ്കിൽ അക്ഫിക ആഖിറഹു, ആ പകലിൻ്റെ ബാക്കി ഭാഗം നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയുന്നത്, ഇത് ളുഹാ നമസ്കാരമാണോ അതല്ല ഇത് വേറെ തന്നെയാണോ? അഭിപ്രായ വ്യത്യാസമുണ്ട്. രണ്ടാണെങ്കിലും ശരി, ളുഹാ നമസ്കാരത്തിൻ്റെ നിയ്യത്തിൽ പകലിൻ്റെ ആദ്യത്തിൽ ഈ 4 റക്അത്ത് വന്നാൽ മതി. കാരണം ഹദീസിൽ പറഞ്ഞ കണ്ടീഷൻ എന്താണ്? പകലിൻ്റെ തുടക്കത്തിൽ 4 റക്അത്ത് എന്നാണ് വന്നത്. അതെപ്പോഴാണ്? ഫജ്റിന് ശേഷമാണോ? അല്ല, തുലൂഉ ശംസിന് ശേഷമാണ്. വേറെ ഹദീസുകളിൽ അതങ്ങനെ വന്നിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചതിന് ശേഷം, പക്ഷെ ഉടനെ പാടില്ല, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ 4 റക്അത്ത് നമസ്കരിച്ചാൽ. കാരണം എത്രയും നേരത്തെ ആയാൽ അത്രയും നേരത്തെ സംരക്ഷണം കിട്ടും. വൈകിപ്പിക്കാതിരിക്കലാണ് ഖൈർ. അതാണ് അവ്വലുൻ നഹാർ, പകലിൻ്റെ തുടക്കം, അത് ഏറ്റവും തുടക്കമാവാൻ ശ്രദ്ധിച്ചാൽ അഖ്ഫിക ആഖിറഹു എന്നാണ്, ഞാൻ മതി നിനക്ക് ആ ദിവസത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ നിന്ന്. അൽഹംദുലില്ലാ, അഖ്ഫിക എന്ന് അല്ലാഹു ആ പറയുന്നത്, ഞാൻ മതി നിനക്ക്. റബ്ബിൻ്റെ സംരക്ഷണമുണ്ടാകും ഇൻഷാ അല്ലാഹു തആല. 10ാമത്തത്, ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. അദ്കാറു സബാഹ് വൽ മസാ, അദ്കാറു നൗം, അദ്കാറുൽ ഇസ്തിഖാദ്, രാവിലെയും വൈകുന്നേരമുള്ളത്, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ളത്, ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ളത്. അതേപോലെ തന്നെ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ദിക്റിൻ്റെ ഒരു ഭാഗമാണ് മുനാസബാത്തുകളിലുള്ള അദ്കാറുകൾ എന്ന് പറഞ്ഞാൽ, ഓരോ സന്ദർഭങ്ങളിലുള്ള അദ്കാറുകൾ പലപ്പോഴും നാം വിട്ടുപോകുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ, വസ്ത്രം അഴിച്ചു വെക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ, ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ, തുമ്മിയാൽ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ, തുടങ്ങി ഒരുപാട് വാഹനത്തിൽ കയറിയാൽ, ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ, അങ്ങനെ തുടങ്ങി മുനാസബാത്തുകളിലുള്ള അദ്കാറുകൾക്ക് മറ്റു ദിക്റുകളേക്കാൾ ഫളായിലുകളുണ്ട്. അത് മറ്റൊരു സബ്ജക്റ്റാണ്, ഇൻഷാ അല്ലാഹ് മറ്റു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം. അത് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ദിക്റുകൾ, സന്ദർഭങ്ങളിലുള്ള ദിക്റുകൾ കാണുന്നതാണ്. അതിൻ്റെ ഫളായിലുകൾ കേട്ടാൽ നമുക്കത് മനസ്സിലാവും. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, യഹ്യ ഇബ്നു സക്കരിയ, യഹ്യ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞു. അപ്പം അദ്ദേഹം അല്പം താമസിച്ചു അത് പറഞ്ഞു കൊടുക്കാൻ ബനു ഇസ്രായേൽ. അപ്പോൾ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, താങ്കൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും, ഞാൻ ജനങ്ങളെ വിളിച്ചു കൂട്ടി ഞാൻ പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നെ ഏൽപ്പിച്ചൊരു കാര്യം ഞാൻ പറയാതെ നിങ്ങൾ പറഞ്ഞ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ തന്നെ പറയാം. ബനു ഇസ്രായേലിനെ മുഴുവൻ വിളിച്ചുകൂട്ടി മസ്ജിദുൽ അഖ്സയിൽ.
അവരെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു 5 കാര്യങ്ങളാണ്, അതെല്ലാം ഇവിടെ പറയുന്നില്ല. അതിൽ അവസാനം പറഞ്ഞത് വആമുറുക്കും ബിദിക്രില്ലാഹി അസ്സ വജല്ല കസീറ, ധാരാളമായി നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം. വഇന്ന മസല ദാലിക കമസലി റജുലിൻ തലബഹുൽ അദുവു സിറാഅൻ ഫീ അസരി, അതിൻ്റെ ഉപമ ഒരു വ്യക്തിയെ പിടിക്കാൻ വേണ്ടി പിറകിൽ ഒരു സൈന്യം അയാളുടെ പിന്നാലെ കൂടി. ഒരാളെ പിടിക്കാൻ ഒരു സൈന്യം, ഒരു ജയ്ഷ് വന്നാൽ എങ്ങനെയാണ്? അയാൾ ഓടും. ഫഅതാ ഹിസ്നൻ ഹസീന ഫതഹസ്സന ബി, ഭദ്രമായ ഒരു കോട്ടയിൽ കയറി കതകടച്ചു. ഇനി അങ്ങോട്ട് കയറാൻ ഒരാൾക്കും പറ്റൂല. വഇന്നൽ അബ്ദ അഹ്സനു മാ യകൂനു മിനശ് ശൈത്താൻ ഇദാ കാന ഫീ ദിക്രില്ലാഹി അസ്സ വജൽ, അതിനേക്കാൾ ഭദ്രമായിരിക്കും, പിശാചിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും നിങ്ങൾ ദിക്ർ കൊണ്ട് ധാരാളമായി ദിക്റുകൾ ചൊല്ലുന്നവരാണെങ്കിൽ. വമ്പിച്ച സംരക്ഷണം ശൈത്താനിൽ നിന്ന്, മുന്നിലൂടെയും പിറകിലൂടെയും നമ്മെ നശിപ്പിക്കാൻ പ്രതിജ്ഞ എടുത്ത പിശാചിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. അവിടെ മാത്രമല്ല, വലിയ അപകടങ്ങളിലും അതുണ്ടാകുന്നതാണ്. സൂറത്തു സ്വാഫാത്തിലെ 143, 144. യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം സമുദ്രത്തിൻ്റെ നടുക്ക് മത്സ്യത്തിൻ്റെ വയറ്റിൽ. എന്താ രക്ഷപ്പെടാനുള്ള കാരണം? അള്ളാഹു പറയട്ടെ, റഹ്മാനായ റബ്ബ് പറയട്ടെ, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. അദ്ദേഹം സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്നുള്ള തസ്ബീഹ് ചെയ്യുന്ന ആളല്ലായിരുന്നെങ്കിൽ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ ഒരുപാട് കാലം കഴിയേണ്ടി വരുമായിരുന്നു. എന്താണ് അള്ളാഹു രക്ഷപ്പെടുത്തിയത്? തസ്ബീഹ് ചെല്ലുന്ന മുസബ്ബിഹീൻ. അതെല്ലാ ദിക്റുകൾക്കും പൊതുവേ പറയുന്നതാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്നുള്ള ദിക്റിന് മാത്രം അത് പറയും, സുബ്ഹാനല്ലാഹി വബിഹംദിഹി തസ്ബീഹ. ഈ തസ്ബീഹ് കാരണമാണ് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുമ്പോൾ നമുക്കെങ്ങനെ അദ്കാറുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ കഴിയും? 11ാമത്തത് പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ചും അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അള്ളാഹുവിനെ ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ പിന്നെ അതിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ. റബ്ബ് ഏറ്റെടുത്താൽ. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാറുണ്ടായിരുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇന്നല്ലാഹ അസ്സ വജല്ല ഇദസ്തുദിഅ ശൈഅൻ ഹഫിളഹു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തിൻ്റെ അമാനത്ത് ഏറ്റെടുത്താൽ അള്ളാഹു സംരക്ഷിക്കുന്നു. അതുകൊണ്ടാണ് യാത്ര ചെയ്യുമ്പോൾ എന്താണ്? അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമാലിക്, നിൻ്റെ ദീനും നിൻ്റെ അമാനത്തും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. അസ്തൗദിഉല്ലാ എന്ന് പറഞ്ഞാൽ ഞാൻ റബ്ബിനെ അമാനത്ത് ഏൽപ്പിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്തൗദഅ എന്ന് പറഞ്ഞാൽ അമാനത്ത് ഏൽപ്പിക്കലാണ്. അപ്പോൾ തിരിച്ചു പറയേണ്ടത് അസ്തൗദിഉകുമുല്ലാഹ് അല്ലദീ ലാ തളീഉ വദാഇഹു, അള്ളാഹുവിനെ നിങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു. പോകുന്ന ആൾ പറയേണ്ടതാണ്. കാരണം ലാ തളീഉ വദാഇഹു, അള്ളാഹുവിനെ ഏൽപ്പിച്ച അമാനത്ത് നഷ്ടപ്പെട്ടു പോകില്ല, അള്ളാഹു സംരക്ഷിക്കും. അതുകൊണ്ടാണ് യാത്ര ചെയ്യുമ്പോൾ റബ്ബേ എൻ്റെ കുടുംബത്തിലെ ഖലീഫ നീയാണ്, എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ അവരൊക്കെ വിട്ടേച്ചാണ് ഞാൻ വരുന്നത്. പടച്ചോനെ എൻ്റെ കുടുംബവും എൻ്റെ സമ്പത്തും സംരക്ഷിക്കണേ റഹ്മാനായ റബ്ബിനോട്. അങ്ങനെ ആത്മാർത്ഥമായി പടച്ച റബ്ബിനെ നാം ഏൽപ്പിച്ചാൽ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുന്നതാണ്. 12ാമത്തത് അചഞ്ചലമായ തവക്കുൽ. അത് നാവെന്ന് വരെയുമാണ്, മനസ്സിൽ മാത്രമല്ല, പറയണം ചുറ്റിലുമുള്ളവരോട്. വല്ലാത്തൊരു സഹായം ഉണ്ടാകും. എന്താ തെളിവ്? സൂറത്തു തൗബയിലെ 40ാമത്തെ ആയത്ത് നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ, ശത്രുക്കൾ ഗുഹാമുഖത്ത്, അവർ കുനിഞ്ഞു നോക്കിയാൽ നാം പിടിക്കപ്പെടുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ കുലുങ്ങാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅന, സങ്കടപ്പെടണ്ട, അല്ലാഹു കൂടെയുണ്ട്. സങ്കടപ്പെടണ്ട, അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട്. അതെന്തൊരു വലിയ തവക്കുലാണ്. അത്രയും ആളുകൾ ഉണ്ടായിരിക്കെ ഫഅൻസലല്ലാഹ്, നോക്കൂ അവിടെ ഫ എന്നാ പറഞ്ഞത്, ദെൻ, അപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ, അപ്പോൾ അള്ളാഹു പ്രത്യേകമായ ഒരു സക്കീനത്ത് ഇറക്കി കൊടുത്തു, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി. മലക്കുകളുടെ പ്രൊട്ടക്ഷൻ അങ്ങോട്ട് വന്നു കംപ്ലീറ്റ്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, എവിടെയൊക്കെ നമ്മൾ പറയുന്നുവോ ഇൻഷാ അല്ലാഹ്, മനസ്സ് തട്ടിയാണ് പറയുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും. കാണാത്ത സൈന്യങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മെ ശക്തിപ്പെടുത്തും. ഏത് ഘട്ടത്തിലും ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. ധാരാളം വിഷയങ്ങളുണ്ട്, എങ്കിലും 13ാമത്തത് അഖീറൻ, നമ്മുടെ സമയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട്
13-ാമത്തത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളമായി സ്വലാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വർദ്ധിപ്പിക്കണം. ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കണം. സ്വലാത്ത് ചൊല്ലുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ ബഖീലു മൻ ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലൈഹി. എൻ്റെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ പിശുക്കനാണ്. ആ പിശുക്കന്മാരിൽ ഞാനും നിങ്ങളും ഉൾപ്പെടരുത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അതിന് പുറമെ രാവിലെയും വൈകുന്നേരവും അവസരങ്ങൾ അദ്കാറിൻ്റെയും ദുആൻ്റെയും സന്ദർഭത്തിൽ എത്ര സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നുവോ അത്രയും സ്വലാത്ത് വർദ്ധിപ്പിക്കുക. മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, ദുആയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരാളാണ്. ഞാൻ എത്രയാണ് സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ടത്? ഉദാഹരണത്തിന് 1 മണിക്കൂർ ദുആ ആണെങ്കിൽ അതിൽ ഏകദേശം എത്ര സമയം ഞാൻ സ്വലാത്തിന് വേണ്ടി ചെലവഴിക്കണം? അദ്ദേഹം 4/1 പറഞ്ഞു. റസൂലുള്ള പറഞ്ഞു, വളരെ ഖൈർ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. എങ്കിൽ പകുതി എന്ന് പറഞ്ഞു. വളരെ ഖൈർ, വർദ്ധിപ്പിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞു. എന്നാൽ 4/3 സ്വലാത്ത്. പ്രവാചകൻ പറഞ്ഞു, വളരെ ഖൈർ, പക്ഷേ വർദ്ധിപ്പിച്ചാൽ നല്ലതാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ചില സമയങ്ങളിൽ സ്വലാത്ത് മാത്രം, 100ക്ക് 100 സ്വലാത്ത് മാത്രം. മാ ശിഅത വഇൻ സിദ്ത ഫഹുവ ഖൈറുൻ. ഖാല യാ റസൂലല്ലാഹ് അജ്അലുഹാ കുല്ലുഹാ ലക്. മുഴുവൻ സ്വലാത്താക്കിക്കോട്ടെ നബിയെ, എൻ്റെ ദുആ മുഴുവൻ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദൻ തുക്ഫാ ഹമ്മക് വയുഗ്ഫറു ലക ദംബക്. എങ്കിൽ നിൻ്റെ എല്ലാ ഉത്കണ്ഠകൾക്കും പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും പരിഹാരമാകും. നിൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. സങ്കടങ്ങൾ, വിഷമങ്ങൾ, ആങ്സൈറ്റി, അങ്ങനെ തുടങ്ങി എന്തൊക്കെയുണ്ടോ എല്ലാറ്റിൽ നിന്നും സംരക്ഷണം സ്വലാത്തിലൂടെ ലഭിക്കുന്നു. അതുകൊണ്ട് ധാരാളമായി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും സംരക്ഷിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വെച്ചു പുലർത്തുന്ന അടിമകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ നോമ്പ് നോറ്റു. നീ ഞങ്ങളോട് കൽപ്പിച്ചു, ഞങ്ങൾ രാത്രിയിൽ നമസ്കരിച്ചു. നീ ഞങ്ങളോട് കൽപ്പിച്ചു, കഴിവിൻ്റെ പരമാവധി നിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണമേ. ചെറുതും വലുതുമായി ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള അബദ്ധങ്ങൾ നീ ഞങ്ങൾക്ക് മായ്ച്ചു നൽകണമേ. ജന്നാത്തുൽ ഫിർദൗസിൽ ഉയർന്ന ദറജ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും അല്ലാഹുവേ, നീ മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യണമേ. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഇണകളിൽ നീ ഞങ്ങൾക്ക് കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ സ്വത്തുക്കളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണമേ. സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ജന്നാത്തുൽ ഫിർദൗസിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. എല്ലാ നിലക്കുമുള്ള കടുത്ത പരീക്ഷണങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടബാധ്യതകളിൽ നിന്നുമെല്ലാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നുമെല്ലാം നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നീ സംരക്ഷിക്കണമേ. ദുർബലരായ ആളുകളെ നീ സഹായിക്കണമേ റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.